ശാസ്ത്രലോകത്തിലെ ചോദ്യങ്ങളുമായി, ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ട്രാനിയിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതം ഇന്നും നിലനിൽക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്ത, ദിവ്യകാരുണ്യത്തിൽ അല്പം പോലും വിശ്വാസമില്ലാത്ത, പരിശുദ്ധ കുർബാനയെ പരസ്യമായി അവഹേളിക്കുന്ന ഒരു അക്രൈസ്തവ സ്ത്രീ, ഒരു വിജാതീയ സ്ത്രീ, അവൾക്ക് ക്രൈസ്തവരായ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കളുടെ സ്വാധീനതയിലും ഈ സുഹൃത്തുക്കളോടുകൂടെ ഇവൾ പരിശുദ്ധ ദേവാലയത്തിൽ ചെന്ന് അവിടെ സ്ഥാനം പിടിച്ച് വരിയിൽ വന്ന് ഇവൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. ഇവൾ ഒരു അക്രൈസ്തവ സ്ത്രീയാണ്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? വിശ്വാസം കൊണ്ടല്ല, പരിശുദ്ധ കുർബാന അവഹേളിക്കാനായിട്ട്. നാവിൽ സ്വീകരിച്ച ഈ കുർബാന അവള് പെട്ടെന്ന് കൈകളിലെടുത്ത് തൻ്റെ തൂവാലയിൽ ഈ തിരുവോസ്തി പൊതിയുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അവളുടെ കയ്യിലുണ്ടായിരുന്ന തൂവാലയിൽ ആരും കാണാതെ ഈ തിരുവോസ്തി അവൾ പൊതിയുകയാണ്. നമ്മൾ ഇന്ന് കാണുന്നുണ്ട് സാത്താൻ ആരാധകരെ, ബ്ലാക്ക് മാസുകാരെ ഒക്കെ പരിശുദ്ധ കുർബാന മോഷ്ടിക്കുന്നത്. അവർക്കറിയാം കുദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയിലുള്ള ജീവിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മളെക്കാൾ എത്രയും അധികമായി സാത്താൻ സേവകരെ, സാത്താൻ സംഘങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കുദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയും കുദാശ ചെയ്യപ്പെടാത്ത ഓസ്തിയും, യേശുവിൻ്റെ സാന്നിധ്യമുള്ള ഓസ്തിയും യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതും കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും സംശയമാണ്, നമുക്കിപ്പോഴും അവിശ്വാസമാണ്. വിശ്വസിക്കാൻ പറ്റാത്ത പല വന്യ വൈദികരുമുണ്ട് ഈ കാലഘട്ടത്തിൽ. അവർ കുർബാന പരിക്രമം ചെയ്യുന്നവരാ. പല സമർപ്പിതരുണ്ട്, അൽമായരുണ്ട്, കുടുംബസ്ഥരുണ്ട്. അനേകം കുഞ്ഞുങ്ങൾ, വേദനയോടുകൂടിയാ പറയുന്നത്, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ ജീവനുള്ള കർത്താവിന്റെ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയും അന്ധമായി പോയി, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു. ആരുടെയും കുഴപ്പമല്ല പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഈ സ്ത്രീ തന്റെ തൂവാലയിലെ ഇതിനൊക്കെ വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണേ, ഈ തിരുവോസ്തി മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇവൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു? തൻ്റെ വീട്ടിൽ വന്നിട്ട് പരിശുദ്ധ കുർബാനയെ പരസ്യമായി അവഹേളിക്കാൻ. നിങ്ങൾ ചിന്തിക്കണം, ഈ സാത്താൻ ആരാധകർ ചെയ്തതുപോലെ തന്നെ അപമാനിക്കാനും അവഹേളിക്കാനും നിന്ദിക്കാനും വേണ്ടിയിട്ട് തൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന ഒരു വറച്ചട്ടി, മീൻ പൊരിക്കാനും അതുപോലെ ചിക്കൻ പൊരിക്കാനൊക്കെ വെക്കുന്ന വറച്ചട്ടി, ആ വറച്ചട്ടി എടുക്കുകയാണ്. ആ വറച്ചട്ടിയിലെ എണ്ണ ഒഴിച്ച് ഈ തിരുവോസ്തി ആ വറച്ചട്ടിയിലിട്ട് പൊരിക്കുകയാണ്. ചിന്തിക്കണം, നിങ്ങൾ പൊരിക്കുക, പരസ്യമായിട്ട് അവഹേളിക്കുക. ആ വറച്ചട്ടി, ആ വീടൊക്കെ നമുക്കൊന്ന് കാണിക്കാം, സ്ക്രീനിൽ പറ്റുമെങ്കിൽ കാണിക്കുന്ന നല്ലതാണ്. ഇന്നും 11ാം നൂറ്റാണ്ടിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ്. കണ്ടോ എൻ്റെ സഹോദരങ്ങളെ, ഇന്നും അതിൽ ലൈവായിട്ട് ഇരിക്കുകയാണ്. ആ വറച്ചട്ടി വളരെ പഴയ ആ ഭവനത്തിലുണ്ടായിരുന്ന പണ്ടത്തെ കാലത്തെ കടന്നമാർക്കൊക്കെ അറിയാൻ പറ്റും ആ വറച്ചട്ടി. ഈശോയെ കണ്ടോ, ഈ കാണുന്നതാണ് വറച്ചട്ടി. ഒന്ന് പോസ്റ്റ് ചെയ്തേക്കട്ടോ, ഇതാണ് വറച്ചട്ടി. ഈ വറച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് പരിശുദ്ധ കുർബാന അവള് പൊരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞു? ആ തിരുവോസ്തിക്ക് രൂപമാറ്റം സംഭവിക്കാൻ തുടങ്ങി. അത് മാംസരക്തങ്ങളായിട്ട് മാറി. തിരുവോസ്തിയിൽ നിന്ന് കർത്താവിന്റെ ജീവനുള്ള രക്തം ധാരധാരയെ ഒഴുകാൻ തുടങ്ങി. ആ പുറകിലുള്ള ആ പിക്ചർ കണ്ടോ നിങ്ങൾ? ആ വറച്ചട്ടിയിൽ നിന്ന് ഇത് തിരുരക്തം ഒഴുകുകയാ. കിച്ചണിലേക്ക്, ഫ്ലോറിലേക്കെല്ലാം, കൊച്ചുമുറി വീടല്ലേ, അവിടേക്കെല്ലാം തിരുരക്തം ഒഴുകാൻ തുടങ്ങി. ഈ സ്ത്രീ അവഹേളിക്കാനും അപമാനിക്കാനും വേണ്ടി ഈ വറച്ചട്ടിയിലിട്ട് തിരുവോസ്തി പൊരിച്ചതാ. കെട്ടുകഥയല്ല കേട്ടോ, ഇതൊന്നും പഴക്കഥകളല്ല പ്രിയപ്പെട്ടവരെ. സഭാ ചരിത്രത്തിൽ തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ്. സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു? ഈ സ്ത്രീ ആകമാനം ഭയപ്പെട്ടു പേടിച്ചു പോയി. അവൾ ബഹളം വെച്ച് അവളിങ്ങനെ നിലവിളിക്കുമ്പോൾ അയൽപ്പക്കക്കാരടുത്തുള്ള അനേകർ ഓടി വന്നു. അവരെ കണ്ടു, അവർ അത്ഭുതപ്പെട്ടു. ഇത് വറച്ചട്ടിയിൽ നിന്ന് തിരിച്ചോരിങ്ങനെ ഒഴുകി പോകുന്നു. അത് നിലത്തിലൂടെ ഒഴുകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ കണ്ടു, ആ പിക്ചറിൽ കണ്ടു, ആ രക്തം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. അവർ വേഗം അവിടുത്തെ ആർച്ച് ബിഷപ്പിനെ വിവരം അറിയിച്ചു.
ആർച്ച് ബിഷപ്പ് പറഞ്ഞു, ആ തിരുവോസ്തി എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് പരിശുദ്ധ ദേവാലയത്തിലേക്ക് കൊണ്ടുവരിക. ഈ വറച്ചട്ടിയിൽ അത് പൊരിച്ചത്. അങ്ങനെ വിശുദ്ധ ആൻഡ്രൂസിന്റെ ദേവാലയത്തിലേക്ക് ഈ തിരുവോസ്തി കൊണ്ടുപോവാണ്. ഈ മാംസരക്തങ്ങൾ കൊണ്ടുപോവാണ് സഹോദരങ്ങളെ, കൊണ്ടുപോവുകയാണ്. അവിടെ സിസ്റ്റേർഷ്യൻ ആശ്രമപതി ഫോർഡിനലാൻഡോ ഉഗ്രലി, പ്രത്യേക പേരുകളൊക്കെ, ഫോർഡിനാൻഡോ ഉഗേലി അവിടുത്തെ ആശ്രമ അധിപതനാണ്. അദ്ദേഹം അത് സ്വീകരിക്കുക. അദ്ദേഹത്തിന് മനസ്സിലായി, ആർച്ച് ബിഷപ്പിനൊക്കെ മനസ്സിലായി, ഇത് വലിയ അത്ഭുതമാണ്, മാനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കർത്താവിന്റെ ഇടപെടലുകളാണിത്. ഈ ആശ്രമാധിപൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഇറ്റാലിയിൽ, സാക്ര എന്ന ഗ്രന്ഥത്തിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുക എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ട്രാനിയിൽ തിരുവോസ്തി പൊരിക്കാൻ ഉദ്യമിച്ചു. നമ്മൾ ഈ മുട്ട ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ, മീൻ പൊരിക്കുന്നത് പോലെ കർത്താവിന്റെ മാംസരക്തങ്ങൾ പൊരിക്കാൻ നോക്കുക സ്ത്രീ. അവൾക്ക് അതിന്റെ ശക്തിയും അതിന്റെ മഹത്വവും അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ വന്യവൈദികൻ പറയാണ്, നമ്മുടെ വിശ്വാസത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ട്രാനിയിൽ തിരുവോസ്തി പൊരിക്കാൻ ഉദ്യമിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിൽ ക്രിസ്തുവിന്റെ മാംസരക്തങ്ങൾ വെളിപ്പെടുകയായിരുന്നു. ട്രാനിയിൽ സംഭവിച്ച ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധനായ പേതുരപ്പിയും ഈ അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്തി. പേതുരപ്പി എന്താ പറഞ്ഞെന്നറിഞ്ഞോ? ക്രിസ്തുവിന്റെ രക്തത്താൽ രണ്ടാം പ്രാവശ്യം കഴുകപ്പെടാൻ ട്രാനിക്ക് ഭാഗ്യം ലഭിച്ചു. കർത്താവിന്റെ തിരിച്ചറിയൽ വീണ്ടും കഴുകപ്പെടുവാൻ ട്രാനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1706 ഈ സ്ത്രീയുടെ ഭവനം ദേവാലയമാക്കി സഭ, പരിശുദ്ധ ദേവാലയമാക്കി മാറ്റി. അങ്ങനെ ഈ നാളുകളിലൊക്കെ പല പല പരീക്ഷണ വിധേയങ്ങൾക്ക് ഈ തിരുവോസ്തി വിധേയപ്പെട്ടു. ഈ പരീക്ഷണ റിപ്പോർട്ടുകളിലെല്ലാം അത്ഭുതപ്പെടുമാറ് കർത്താവിൻ്റെ രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ശരീരത്തിൻ്റെയും സാന്നിധ്യം പല പ്രാവശ്യം ഈ തിരുവോസ്തിയിൽ കാണപ്പെടുകയാണ്. പ്രകടമായ അടയാളം 1924 നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ മോൺസിഞ്ഞൂർ ജുസപ്പെ മരിയ ലയോ മോൺസിഞ്ഞൂരുടെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ വീണ്ടും സഭയിൽ സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി സ്ഥിരീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ, പരിഹസിക്കാൻ ഒരു അക്രൈസ്തവ സ്ത്രീ കാണിച്ചതാണ് വറച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തിരുവോസ്തി പൊരിച്ചു. പക്ഷെ തിരിച്ചോരൊഴുകപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല പഠനങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും ആ തിരുവോസ്തിയിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ സാന്നിധ്യം കണ്ടു. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, ആ സ്ക്രീനിലോട്ട് നിങ്ങൾ നോക്കിയേ, ആ വറച്ചട്ടിയിൽ പൊരിച്ച കർത്താവിന്റെ മാംസരക്തങ്ങളാണ് ആ പേടകത്തിൽ ഇരിക്കുന്നത്. ഇറ്റലിയിലെ ട്രാനി സ്വർഗാരോപിത മാതാവിന്റെ അമ്മമാതാവിന്റെ ദേവാലയത്തിൽ ഈ അത്ഭുത തിരുവോസ്തിയുണ്ട്. 10,000 ഇന്ന് വണങ്ങുകയാണ്. 11-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഒരു ഭാവമാറ്റമില്ലാതെ പ്രകൃതിയിൽ സംഭവിച്ച ജൈവമാറ്റങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നും കർത്താവിന്റെ ജീവനുള്ള മാംസരക്തങ്ങളായി സഭയിൽ ജീവനോട് ഈ അത്ഭുതത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.